കർത്താവിൻ്റെ വലിയ നാമത്തിന് പിന്നെയും മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ വചനം നമുക്ക് വീണ്ടും ധ്യാനിക്കുവാനും പഠിക്കുവാനും കർത്താവ് തരുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവിൻ്റെ മാളിക മുറി പ്രഭാഷണമാണ് നമ്മൾ പഠിച്ച് വരുന്നത്. അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചത്. അവിടെ നാം ഓർത്തതുപോലെ ഹൃദയം കലങ്ങി ഇരിക്കുവാൻ സാധ്യതയുള്ള തൻ്റെ അപ്പോസ്തോലന്മാരെ അവരെ ഉന്നതമായ ഒരു ആത്മീകമായ നിലവാരത്തിലേക്ക് അവരെ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെ അവർക്ക് നൽകുന്നതായിരിക്കുന്ന ധൈര്യവും ആശ്വാസവും ഒക്കെയുള്ള ആ വാക്കുകളെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവരെക്കുറിച്ച് നാം കഴിഞ്ഞ ദിവസത്തിൽ ധ്യാനിച്ചതുപോലെ ഈ താൽക്കാലികമായ ലോക ജീവിതത്തിൽ ചില നാളുകൾ പാർത്ത് അതിനുശേഷം അവസാനിച്ചു പോകുന്ന ഒന്നിനു വേണ്ടി ആയിരുന്നില്ല അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത്. എന്നാൽ നിത്യമായിരിക്കുന്ന ഒരു സ്ഥലം, തന്നോട് കൂടെ ഉള്ളതായിരിക്കുന്ന ആ സ്വർഗത്തിൽ പിതാവിനോട് കൂടെ തന്നോടുകൂടെ ഇരിക്കുന്നതായ ആ വലിയ അനുഭവത്തിലേക്കാണ് അവരെ വിളിച്ചത്, വേർതിരിച്ചത് എന്ന സത്യം കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ആ വലിയ വാക്തത്വം അവർക്ക് പകർന്ന് നൽകിയതായ കർത്താവ് തുടർന്നുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ നാം 16-ാം അധ്യായം വരെ നമ്മൾ ഒന്ന് വായിച്ചാൽ അതിൽ 99% വാക്കുകളും ഈ ഭൂമിയിൽ ഇനിയുള്ളതായിരിക്കുന്ന ആളുകൾ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതായ മാർഗനിർദ്ദേശങ്ങൾ ഓരോന്നോരോന്നായി അവർക്ക് പകർന്നു കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് വളരെ വിശാലമായിട്ടുള്ള, വളരെ വിശദമായിട്ട് തന്നെയുള്ള അനേക വിഷയങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കുന്ന വാക്കുകളാണ് നമുക്ക് ഇനിയുള്ള മുൻപോട്ട് പഠിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത്. ആ 14-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അവിടെ 4ഉം 5ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 3.5 വർഷക്കാലമായി തൻ്റെ കൂടെ നടക്കുന്നതായിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്ന ഒരു വാക്കാണ്, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. 13-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യത്തിൽ അവിടെ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. അത് കർത്താവ് പറഞ്ഞത് താൻ അനുഭവിക്കാൻ പോകുന്നതായ ആ കഷ്ടാനുഭവത്തിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ പങ്കെടുക്കുവാൻ കഴിയുകയില്ല എന്ന വാക്കാണ്. എന്നാൽ ഇവിടെ പറയുന്നത്, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു എന്ന് ഇവിടെ പറഞ്ഞത് തൊട്ട് മുകളിലുള്ളതായിരിക്കുന്ന വാക്യവുമായിട്ട് ചേർത്ത് നമ്മൾ ചിന്തിച്ചാൽ അറിയാം, ആ വഴി എവിടേക്കുള്ള വഴിയാണ്? പിതാവിങ്കലേക്കുള്ള വഴിയാണ്. പിതാവിന്റെ സന്നിധിയിൽ പണിയുന്നതായിട്ടുള്ള ആ മനോഹരമായിരിക്കുന്ന കെട്ടിടങ്ങൾ ഉള്ളതായ ആ സ്ഥലത്തേക്കുള്ള വഴിയെക്കുറിച്ചാണ് ഇവിടെ കർത്താവ് പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ തോമസ് അവനോട് ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ സംശയമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. അപ്പോൾ കഴിഞ്ഞ 3.5 വർഷക്കാലം ഈ ശിഷ്യന്മാർ കർത്താവിന്റെ കൂടെ നടക്കുന്നവരാണ് എന്ന് വരികിലും അവർക്ക് ഇന്നും പല കാര്യങ്ങളും അറിഞ്ഞുകൂടാ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. വളരെ കാര്യങ്ങൾ അവർക്കറിയാം. അവർ തീരെ മണ്ടന്മാരൊന്നും ആയിരുന്നില്ല. കർത്താവ് അവരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ വായിക്കുന്നുണ്ട്.
അവർക്ക് വിദ്യാഭ്യാസമോ ലോകപ്രകാരമുള്ള ജ്ഞാനമോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവ് അവരെ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ 3 വർഷക്കാലം അവരെ കൂടെ കൊണ്ടു നടന്നു. അവരോട് പല കാര്യങ്ങളും കർത്താവ് ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം ഉത്തരവും നൽകുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ലോകം കർത്താവിനെ കണ്ടതുപോലെ ആയിരുന്നില്ല ശിഷ്യന്മാർ കർത്താവിനെ കണ്ടത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ അവിടെ പത്രോസ് പറയുന്ന ഉത്തരം എന്താണ്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നാണ്. അതുപോലെ തന്നെ നാം യോഹന്നാന്റെ സുവിശേഷം തന്നെ 6-ാം അധ്യായത്തിന്റെ 69-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം തന്നെ 6-ന്റെ 69-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന് സാഹചര്യം എന്ന് പറയുന്നത്, കർത്താവിന്റെ ഉപദേശങ്ങൾ കേട്ടപ്പോൾ തന്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞ് തന്റെ കൂടെ വന്നതായ ധാരാളം ആളുകൾ പിൻവാങ്ങി പോകുമ്പോൾ കർത്താവ് അവരോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. ആ കർത്താവിന്റെ വാക്കിന് മുൻപിൽ ശിഷ്യന്മാർ പറയുന്ന മറുപടിയാണ്, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ലോകത്തിന് മനസ്സിലാക്കുവാൻ കഴിയാത്തതായ വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ചിന്തകൾ കർത്താവിനെ കുറിച്ചുള്ളത് ഈ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ അവർക്ക് അറിവുണ്ടായിരുന്നു എന്നാണ് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ കാര്യം കർത്താവ് പറയുമ്പോൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നെ കുറിച്ച് നിങ്ങൾക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ അറിവ് എന്ന് പറയുന്നത് അത് ദൈവം നിങ്ങൾക്ക് തന്ന അറിവാണ്. ദൈവത്തിന് സ്തോത്രം. ഈ അറിവേ നമുക്കും ദൈവം തന്നിട്ടുള്ളൂ. നമുക്കും ഇതൊന്നും ഗ്രഹിക്കുവാനുള്ളതായിരിക്കുന്ന കഴിവോ പ്രാപ്തിയോ ഇല്ലാതിരുന്നവരാണ്. എന്നാൽ ശിശുക്കളായിരിക്കുന്ന നമുക്ക് ദൈവം തന്നെ കുറിച്ചുള്ളതായ ആ പ്രകാശനം നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നു. ആ ദൈവം തന്ന അറിവ് മാത്രമേ ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് ഉള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. എങ്കിലും ഇവിടെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്, നിന്നെ വിട്ട് വേറൊരിടത്തേക്ക് പോകുവാൻ ഞങ്ങൾക്കില്ല എന്നുള്ളതായ ആ തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ദൈവം അവർക്ക് നൽകിയ ഒരു തിരിച്ചറിവാണ്. എങ്കിലും ഇനിയും അവരെന്ത് ചെയ്തിട്ടില്ല? അനേകം കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് അവർക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ശിഷ്യന്മാർക്ക് പല കാര്യങ്ങളും അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. അപ്പോൾ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്നാണ് തൊട്ടുമുകളിൽ കർത്താവ് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാനായിട്ട് പോകുന്നു. അപ്പോൾ നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നീ എവിടെ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് വേണ്ടേ പോകുന്ന വഴി ഏതാണെന്ന് മനസ്സിലാക്കാൻ. അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഉടനെ കർത്താവ് അവിടെ തോമസിനോട് പറയുന്ന വാക്കാണ് നാം വായിച്ചത്, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ അറിവിൽ അവർക്ക് എന്തുണ്ടായി? അവർക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു. അവിടെ വളരെ വിലപ്പെട്ടതായിരിക്കുന്ന ചില സത്യങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് അവിടെ വെളിപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. നീ പോകുന്ന വഴി ഏതാണ്? അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് അറിവില്ലായിരുന്നു എന്ന് കർത്താവ് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ പിതാവിനെയും അറിയുമായിരുന്നു. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? ഫിലിപ്പോസിന്റെ ചോദ്യം. ഫിലിപ്പോസ് എന്താ പറഞ്ഞത്? എനിക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം, ഒന്ന് കണ്ടാൽ മതി എന്നുള്ളതായിരിക്കുന്ന ആ വലിയ ആഗ്രഹമാണ്
അവരിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അപ്പോൾ ആ അറിവിലും അവർക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു. ഇത്ര നാളും കൂടെ ഇരുന്നിട്ടും പിതാവിനെ കണ്ടില്ല, പിതാവിനെ അറിഞ്ഞില്ല എന്നുള്ളതായ ഒരു കാര്യമാണ് അവിടെയും കർത്താവ് അവരുടെ ആ സംശയത്തെ ദൂരീകരിക്കുവാനായിട്ട് പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ചില അറിവ് കുറവുകൾ, ചില വിഷയത്തെക്കുറിച്ചുള്ളതായ ബോധ്യമില്ലായ്മ ആർക്കുണ്ടായി? തന്റെ ശിഷ്യന്മാർക്ക് ഉണ്ടായി. പലതിനെ കുറിച്ചും അവർക്ക് അറിവുണ്ടായിരുന്നു. എന്നാൽ ചില കാര്യങ്ങളെ കുറിച്ച്, പ്രത്യേകാൽ ഇവിടെ നാം നോക്കുമ്പോൾ പിതാവും പുത്രനും തമ്മിലുള്ളതായ ആ വിലപ്പെട്ടതായ ബന്ധത്തെ കുറിച്ചുള്ളതായ അറിവാണ് അവർക്ക് മറഞ്ഞിരുന്നത്, വേണ്ടത്ര ഗ്രഹിക്കുവാൻ കഴിയാതെ പോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നാം മുൻപോട്ട് ആ കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ പറയാം. അതിനു മുൻപായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ ആവശ്യമുണ്ട്. ഇവിടെ ആ തോമസിന്റെ ചോദ്യത്തിന് ഉത്തരമായി, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരമായി കർത്താവ് പറഞ്ഞ വാക്ക് വളരെ പ്രസിദ്ധമാണ്. നമുക്കെല്ലാവർക്കും കാണാതെ അറിയാകുന്ന ഒരു വാക്യമാണത്. എന്താണ്? യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ ഞാൻ ആകുന്നു പിതാവിങ്കലേക്കുള്ള വഴി. നീ പോകുന്ന വഴി എവിടെയാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. നീ പോകുന്ന ഇടത്തെക്കുറിച്ചോ വഴിയെക്കുറിച്ചോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ കർത്താവ് അവരോട് വ്യക്തമായി പറയുന്ന വാക്കെന്താണ്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇത് പ്രിയമുള്ളവരെ വളരെ ഈ ലോക ചരിത്രത്തിൽ വളരെ മുഴങ്ങി നിൽക്കുന്നതായ നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച ഒരു വാക്കാണത്. അത് മുഴുവൻ മാനവജാതിക്കും വേണ്ടിയുള്ള ഒരു വാക്കാണ്. അത് വളരെ അർത്ഥവത്തായിരിക്കുന്ന ഒരു വാക്കാണ്. നാമും ചിന്തിക്കേണ്ടതായിരിക്കുന്ന, വളരെ പ്രാധാന്യമുള്ളതായിരിക്കുന്ന ഒരു വാക്കാണ് ഇത് എന്നുള്ള കാര്യം നമുക്കറിയുവാനായിട്ട് സാധിക്കും. ഒരു കാലത്തൊക്കെ നമ്മുടെ പല വീടുകളുടെ വാതിൽക്കലൊക്കെ എഴുതി വച്ചിരുന്ന ഒരു വാക്യമായിരുന്നു ഇതല്ലേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ളതായ വാക്യം. അത്രമാത്രം പ്രസിദ്ധമായിരിക്കുന്ന ഒരു വാക്യമായിരുന്നു. ആ വാക്യമാണ് അത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഞാനാകുന്നു എന്ന് പറയുന്ന ചില വാക്യങ്ങൾ, ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചില വാക്യങ്ങൾ നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പല വാക്കുകളും അതുമായി ബന്ധപ്പെട്ട് ഞാനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. 6-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അതൊന്നും വിശദീകരിക്കുന്നില്ല, വാക്കുകൾ മാത്രം. 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറയുകയുണ്ടായി. 10-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ആടുകളുടെ വാതിൽ ഞാനാകുന്നു എന്ന് കർത്താവ് പറയുകയുണ്ടായി. 11-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഞാൻ കർത്താവും ഗുരുവുമാണ് എന്ന് കർത്താവ് പറഞ്ഞു. അതുപോലെ 13-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഞാൻ തന്നെ മശിഹ, ഇവിടെ 14:6 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. 15-ാം അധ്യായത്തിന്റെ 1-5 വാക്യങ്ങളിൽ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി ആകുന്നു. 14-ാം അധ്യായത്തിന്റെ തന്നെ 10-11 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്നുള്ള വാക്കാണ്. അപ്പോൾ ഈ നിലയിൽ ഞാൻ ആകുന്നു എന്ന് കർത്താവ് പല മേഖലകളിൽ പല ഭാഗങ്ങളിലായി പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഓർത്തത്. അതൊന്നും നമ്മുടെ ഇപ്പോൾ അത് വിശദമായി പഠിക്കുവാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. പഴയ നിയമത്തിലേക്ക് വരുമ്പോ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഞാൻ ആകുന്നവൻ
ഞാൻ ആകുന്നു. മോശയോട് പറയുമ്പോൾ പറയാണ്, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. പുറപ്പാട് പുസ്തകം 3:14 ഞാൻ പറഞ്ഞത്, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. യെശയ്യാ പ്രവചനം 44:6 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു. അപ്പോൾ അവിടെയും നമുക്കറിയാം, പഴയ നിയമത്തിൽ യഹോവ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്ന ആ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആകുന്നു എന്നുള്ള ആ വലിയ പ്രഖ്യാപനമാണ് അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഇനിയും ഒരുപക്ഷെ നാം പരതിയാൽ ഇനി ഇതിന് സമാനമായ മറ്റു വാക്യങ്ങളും നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഇവിടെ എല്ലാം ആവർത്തിച്ചു പറയുന്ന ഒരു വാക്കാണ് ഞാൻ ആകുന്നു, ഞാൻ ആകുന്നു എന്നുള്ളത്. അപ്പോൾ അത് നമ്മെ വളരെ ധൈര്യപ്പെടുത്തേണ്ടതായ, നമ്മെ കർത്താവിനോട് കൂടുതൽ അടുപ്പിക്കേണ്ടതായിരിക്കുന്ന വാക്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലേക്ക് നാം ഒന്ന് പരതി നോക്കിയാലും അവിടെയെല്ലാം ഈ കർത്താവ് നമുക്ക് ഇടയനായി, നമുക്ക് വാതിലായി, നമുക്ക് രക്ഷയായി, നമുക്ക് നമ്മോട് കൂടെ ഉള്ളവനായി എല്ലാം അവൻ നിൽക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കണ്ടതുപോലെ, നാം എന്താ വായിച്ചത്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. അപ്പൊ ഞാൻ വഴിയാണ് എന്ന് കർത്താവ് പറയുമ്പോൾ അത് നാം സഞ്ചരിക്കുന്നതായ ഒരു വഴിയാണ്, അല്ലെങ്കിൽ കേവലം ഒരു മാർഗം എന്നതിനേക്കാൾ ഉപരിയായി പിതാവിന്റെ രാജ്യത്തിലേക്കുള്ളതായ നമ്മുടെ കർത്താവ് പറഞ്ഞതായ ചില യാഥാർത്ഥ്യങ്ങൾ, കർത്താവിന്റെ ചില സ്വഭാവങ്ങൾ, കർത്താവിന്റെ ഉപദേശങ്ങൾ എന്ന് വേണമെങ്കിലൊക്കെ ഈ വഴി എന്ന പ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചില വാക്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചപ്പോ നാം ഈ യൂദായുടെ ലേഖനം 11-ാമത്തെ വാക്യത്തിൽ കയീന്റെ വഴി എന്ന് പറയുന്നുണ്ട്. അപ്പൊ കയീന്റെ വഴി എന്ന് പറഞ്ഞാൽ കയീൻ നടന്നുപോയ വഴി എന്നല്ല അതിന്റെ ആശയം. മറിച്ച് നമുക്കറിയാം, അവന്റെ ജീവിത ശൈലി, അവന്റെ ചില സ്വഭാവങ്ങളാണ് അത് വെളിപ്പെടുത്തുന്നത്. അതുപോലെ സദൃശവാക്യം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ മനുഷ്യന്റെ വഴികൾ എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ജീവിച്ചു പോകുന്ന വഴികളെ കുറിച്ചല്ല, അവന്റെ ചില ചിന്തനങ്ങൾ, അവന്റെ ചില പദ്ധതികൾ, അതേക്കുറിച്ചൊക്കെയാണ് ആ വഴികൾ എന്ന് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കണം. 2 ശമൂവേൽ 22:31 ദൈവത്തിന്റെ വഴി എന്ന് നാം വായിക്കുന്നുണ്ട്. 2 പത്രോസ് 2:21 നീതിയുടെ വഴി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ വഴി എന്ന് പറയുമ്പോ അത് കേവലം ഒരു വഴിയായിട്ടല്ല, മറിച്ച് അത് ചില യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തുന്നതാണ്, അത് ചില സ്വഭാവങ്ങളെ വെളിപ്പെടുത്തുന്നതാണ്, അത് ചില ഉപദേശ സത്യങ്ങളെ വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ പിതാവിങ്കലേക്കുള്ള വഴി ഞാനാണ് എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ഉപദേശങ്ങൾ, കർത്താവിന്റെ ആ ചില കർത്താവിന്റെ ചില വാക്കുകൾ, കർത്താവിന്റെ ചില സ്വഭാവങ്ങൾ യോഹന്നാന്റെ ലേഖനത്തിൽ പഠിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ, നാം ചിന്തിച്ച കാര്യമാണ്. 2-ാം അധ്യായത്തിൽ എന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ ഞാൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. കർത്താവ് സഞ്ചരിച്ച വഴിയിൽ സഞ്ചരിക്കുക, യെരൂശലേമിലൂടെ നടക്കുക എന്നതല്ലല്ലോ അതിന്റെ ആശയം. എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു തന്നതായ, നാം അനുസരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതായ ആ വഴികളിൽ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് അത് പിതാവിങ്കലേക്കുള്ള വഴിയായി മാറുന്നത്. എന്നാൽ കയ്യിന്റെ വഴിയിലോ അല്ലെങ്കിൽ വീണുപോയവരുടെ വഴികളിലൂടെ നാം സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അതെവിടേക്കുള്ള വഴിയല്ല, അത് പിതാവിങ്കലേക്കുള്ള വഴി അല്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു കർത്താവ് പറയുന്നുണ്ടല്ലോ, ജീവങ്കലേക്കുള്ള വഴി ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളതാണ്, അതിലൂടെ പോകുന്നവർ വളരെ ചുരുക്കവുമാണ്. എന്ന് പറഞ്ഞാൽ ആ വഴിയുടെ വീതി കുറവോ വാതിലിന്റെ ഇടുക്കമോ അല്ലല്ലോ, മറിച്ച് ആ പിതാവിങ്കലേക്കുള്ളതായ പ്രവേശനത്തിനുള്ള മാർഗം എന്ന് പറയുന്നത് കഠിനമാണ്, അത് ഇടുക്കമാണ്, അത് ഞെരുക്കമാണ്, അത് പ്രതികൂലമാണ്, അത് കഷ്ടമാണ് എന്നാണ് നാം വായിക്കുന്നത്. എന്നാൽ യേശു ഇവിടെ പറയുകയാണ്,
ഞാനാണ് ആ വഴി എന്ന് പറഞ്ഞാൽ, കർത്താവ് ആ ദൈവരാജ്യത്തിലേക്ക് ഒരു വഴി വെട്ടുമ്പോൾ അറിയാം, അവൻ അനുഭവിച്ചതായിരിക്കുന്ന പീഡനങ്ങൾ, അവൻ അനുഭവിച്ചതായിരിക്കുന്ന വേദനകൾ, അവൻ അനുഭവിച്ചതായിരിക്കുന്ന ആ മരണം, ഇതെല്ലാം ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയേണ്ടതായിരിക്കുന്ന ഒരു സത്യമാണ്. അപ്പൊ ഞാൻ തന്നെ വഴി, ഞാനാണ് പിതാവിങ്കലേക്കുള്ള മാർഗം എന്ന് കർത്താവ് പറയുമ്പോൾ നാം ഹൃദയത്തിൽ കരുതുക, അവൻ പറഞ്ഞതായിരിക്കുന്ന വാക്കുകൾ, അവൻ പറഞ്ഞതായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, അവൻ്റെതായിരിക്കുന്ന ഉപദേശങ്ങൾ, അതാണ് നമ്മെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്നത് എന്നുള്ളത് നാം അറിയണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ ശിഷ്യന്മാരെ സംബന്ധിച്ച് ഈ മാളിക മുറിയിലെ ഇപ്പോഴത്തെ അവരുടെ മാനസിക അവസ്ഥ എന്ന് പറയുന്നത് ഹൃദയം കലങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അവിടെ മുമ്പിൽ എന്ത് എന്ന ഒരു ചോദ്യം അവർക്കുണ്ട്. ഇത് അവിടെയാണ് കർത്താവ് പറഞ്ഞത്, ഇതാ ഞാനാണ് പിതാവിങ്കലേക്കുള്ള വഴി. ഞാൻ ഇങ്ങനെ പറയാം, ഇത് ലോകത്തിന് മുഴുവനും വേണ്ടി എന്നാണല്ലോ നാം നേരത്തെ ചിന്തിച്ചത്. അത് വാസ്തവമായ കാര്യമാണ്. ഇന്ന് ലോകം മുഴുവനും പകച്ചു നിൽക്കുന്നത് എന്തിനാണ്? എല്ലാ മാനവജാതിയും, ജാതികളായിരിക്കുന്ന മുഴുവൻ ആളുകളും എവിടേക്കാണ് ഇനി എന്നുള്ള ഒരു വലിയ ചോദ്യത്തിന്റെ മുൻപിലാണ് നിൽക്കുന്നത്. കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കുവാനോ അവനെ അനുഗമിക്കുവാനോ അവൻ പറഞ്ഞ ഉപദേശങ്ങൾ അംഗീകരിക്കുവാനോ ഈ ജനത്തിന് കഴിയുന്നില്ല. അവർ തപ്പിത്തടയുകയാണ്. എവിടേക്കാണ് പോകേണ്ടത്? ആരുടെ അടുക്കലാണ് പോകേണ്ടത്? എങ്ങനെയാണ് മോക്ഷം കിട്ടുക? എവിടെയാണ് സമാധാനം കിട്ടുക? അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന, ലക്ഷ്യബോധം നഷ്ടപ്പെട്ട ഒരു ജനത്തിന്റെ മധ്യത്തിലാണ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ പ്രഖ്യാപനം, ഞാനാണ് പിതാവിങ്കലേക്കുള്ള ഏക വഴി എന്നുള്ളത്. അത് നമ്മുടെ ഹൃദയത്തിൽ പതിയട്ടെ. ലോകം ഒരു അപകടകരമായ അനുഭവത്തിലാണ്. എന്നാൽ ആ ജീവങ്കലേക്കുള്ള വഴി യേശു ക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ധാരാളമായി സഹായിച്ചു. ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ ലക്ഷ്യം നഷ്ടപ്പെട്ടവർക്ക് ഒരു വഴിയായി, പിതാവിങ്കലേക്കുള്ള വഴിയായി നമ്മുടെ കർത്താവ് അവിടെ നിൽക്കുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. ഇനി രണ്ടാമത്, ഞാൻ തന്നെയാണ് സത്യം എന്നുള്ളത് അവിടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ 1-2 വാക്യങ്ങൾ വായിക്കുന്നത്, വെളിപ്പാട് പുസ്തകം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലും 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലും വായിക്കുന്നത്, അവൻ സത്യവാനായ സാക്ഷി എന്നാണ്. അവൻ സത്യമാണ്, ഭോഷ്കില്ലാത്ത ദൈവം എന്നാണ് നമ്മുടെ ദൈവത്തെ കുറിച്ച് തിരുവെഴുത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ പറഞ്ഞ് ആ വാക്കുകൾ മുൻപോട്ട് പോകട്ടെ. കാപട്യം നിറഞ്ഞതായിരിക്കുന്ന, വഞ്ചന നിറഞ്ഞതായിരിക്കുന്ന, വക്രതകൾ നിറഞ്ഞതായിരിക്കുന്ന ഈ ലോകത്തിന് മുൻപാകെ സത്യമായി നിലനിന്നത് ആരാണ്? നമ്മുടെ കർത്താവ് മാത്രമാണ്. പീലാത്തോസിന്റെ മുമ്പിൽ നമ്മുടെ കർത്താവ് നിൽക്കുമ്പോൾ പീലാത്തോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സത്യമെന്നാൽ എന്ത് എന്ന് പറഞ്ഞാൽ പീലാത്തോസ് അവിടെ ഗ്രഹിച്ച ഒരു കാര്യം എന്താണ്? ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. മാറി മാറി വിസ്തരിച്ചിട്ടും ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. സത്യത്തിന് അതിന്റെ മറ്റൊരു തർജ്ജമ ഇങ്ങനെയാണ്, സത്യത്തിന് എന്ത് വില? സത്യം എന്നാൽ എന്ത് എന്ന് പീലാത്തോസ് ചോദിക്കുമ്പോൾ മറ്റൊരു അർത്ഥം, ആശയം എങ്ങനെയാണ്? സത്യത്തിന് എന്താണ് വില? ഇവിടെ യേശു കർത്താവേ, സത്യത്തിന് യാതൊരു വിലയും ഇല്ല. സത്യത്തിന് വില ഉണ്ടായിരുന്നെങ്കിൽ യേശു ക്രിസ്തു എന്ത് ചെയ്യില്ലായിരുന്നു? അവൻ ക്രൂശിക്കപ്പെടില്ലായിരുന്നു. അപ്പോൾ നീതിക്കോ സത്യത്തിനോ യാതൊരു വിലയോ മാന്യതയോ ഇല്ലാതിരിക്കുന്നതിന്റെ മധ്യത്തിലാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ പിതാവിങ്കലേക്കുള്ള സത്യമാണ്, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം. മൂന്നാമത് കർത്താവ് പറഞ്ഞതായിരിക്കുന്ന കാര്യം എന്താണ്? ഞാൻ തന്നെ ജീവനും ആകുന്നു. നമുക്കറിയാം, ലോകത്തിലേക്ക് നോക്കി കർത്താവിന് കാണുമ്പോൾ കാണുന്ന കാര്യം എന്താണ്? ലോകം മുഴുവൻ മരിച്ചു കിടക്കുകയാണ്, അല്ലേ? ദൈവത്തിന്റെ മുൻപാകെ പാപികളായിരിക്കുന്ന മനുഷ്യർ മുഴുവനും മരിച്ചു കിടക്കുന്നവരാണ്. ദൈവവുമായിട്ടുള്ള യാതൊരു ബന്ധവും ഇല്ലാതെ കിടക്കുന്നവരാണ് മനുഷ്യർ മുഴുവനും. എന്നാൽ അവരുടെ മുമ്പിലാണ് നമ്മുടെ കർത്താവ് പറയുന്നത്, പിതാവിങ്കലേക്കുള്ള ജീവൻ ഞാനാണ്.
11-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഞാനാണ് ജീവൻ. 11-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം എന്താണ് വായിക്കുന്നത്? 11-ന്റെ 15-ൽ അതിന്റെ 25-ാമത്തെ വാക്യം. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. ഞാനാണ് ജീവൻ, ഞാനാണ് ജീവനുള്ളവൻ എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, മരിച്ചു കിടക്കുന്നതായ ലോകത്തിന്റെ മുമ്പിൽ ഞാനാണ് ജീവൻ എന്നുള്ളതായ വലിയ പ്രഖ്യാപനമാണ് യേശു കർത്താവ് അവിടെയും നടത്തിയത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ 3 കാര്യങ്ങളും ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. വഴിയും സത്യവും ജീവനും ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അത് വേറെ വേറെയായി കാണേണ്ടതായിരിക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ നാം ഓർക്കുക, പിതാവിങ്കലേക്കുള്ളതായ ഏക മാർഗം എന്ന് പറയുന്നത് അതാര് മാത്രമാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഇനി മറ്റൊരു ചിന്ത 6-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്താണ്? ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഞാൻ മുഖാന്തരമല്ലാതെ, വഴിയും സത്യവും ജീവനുമായ ഞാൻ മുഖാന്തരമല്ലാതെ ഒരാൾക്കും പിതാവിന്റെ സന്നിധിയിൽ എത്തുവാനായിട്ട് കഴിയുന്നതല്ല. ലക്ഷ്യബോധം നഷ്ടപ്പെട്ട മനുഷ്യർക്ക്, സത്യമില്ലാത്ത ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക്, മരിച്ചു കിടക്കുന്നതായ മാനവജാതിക്ക് സ്വർഗത്തിലേക്ക് അഥവാ പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയണമെങ്കിൽ ഒരേ ഒരു മുഖാന്തരം, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ലോകം ഇന്ന് പലരെയും തേടി നടക്കുകയാണ്, പല മാർഗങ്ങൾ തേടുകയാണ്. ഏതെല്ലാം വഴികളാണ് ഇന്ന് ആളുകൾ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ സത്യത്തിൽ ആ മാർഗത്തിലായ നമുക്കൊരു കാര്യം അറിയാം, ആ വഴികളെല്ലാം തന്നെ എവിടേക്കുള്ളതാണ്? നിത്യനാശത്തിലേക്കുള്ള വഴികളാണ്, നരകത്തിലേക്കുള്ള വഴികളാണ്. കോടാനുകോടികൾ ദിനം പ്രതി ആ നിത്യമായ നരകത്തിൽ ചെന്ന് നിബദിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഓരോരുത്തർക്കും കാണുവാനായിട്ട് കഴിയുന്നത്. അതിന്റെ മധ്യത്തിൽ നമ്മുടെ കർത്താവിന്റെ പ്രഖ്യാപനമാണ്, അതെ, ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ചില വാക്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാവുന്ന വാക്യമാണ്, അവൻ മുഖാന്തരം ലോകം ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല. അപ്പൊ ഈ ലോകത്തിന്റെ സൃഷ്ടിക്ക് മുഖാന്തരമായിട്ട് തീർന്നത് ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും ഉളവായി എന്നാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നാം അതൊക്കെ നേരത്തെ ധ്യാനിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. അവൻ മുഖാന്തരമാണ് സകലവും ഉളവായിട്ട് തീർന്നത്. ഇനി അതിന്റെ കൊലോസ്യ ലേഖനം 1-ന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ മുഖാന്തരം സമാധാനവും ഉണ്ടാക്കി. അപ്പോൾ സമാധാനമെന്ന് അവിടെ വായിക്കുമ്പോൾ നമുക്കറിയാം, പിതാവായ ദൈവവുമായിട്ടുള്ള നിരപ്പിനെയാണ് അത് കാണിക്കുന്നത്. ഈ വാക്യത്തിന്റെ 14-ന്റെ 6-ൽ നാം വായിച്ചതുപോലെ, ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇവിടെ കൊലോസ്യർ 1-ന്റെ 20-ൽ അപ്പോസ്തലനായിരുന്ന പൗലോസ് പറയുന്നത് എന്താണ്? അവൻ മുഖാന്തരം സമാധാനവും നമുക്ക് ലഭ്യമായി എന്നാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം, എഫേസ്യ 2-ന്റെ 18-ൽ നാം വായിക്കുന്നു, അവൻ മുഖാന്തരം പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ നമുക്ക് കഴിയണമെങ്കിൽ അതിന്റെ മുഖാന്തരം യേശു ക്രിസ്തുവാണ്. അവനുമായിട്ട് നിരപ്പ് പ്രാപിക്കുവാൻ മുഖാന്തരം യേശുവാണ്. അവന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള മുഖാന്തരവും യേശു ക്രിസ്തു തന്നെയാണ്. ഇനി എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, താൻ മുഖാന്തരം പിതാവിനോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ
അവൻ പ്രാപ്തനാകുന്നു. അവൻ മുഖാന്തരം അടുത്തു ചെല്ലുന്നവരെ അവൻ എന്തു ചെയ്യും? പൂർണ്ണമായി രക്ഷിക്കുന്നവനാണ്. വേറൊരു മുഖാന്തരത്തിലൂടെയും വരുവാനായിട്ട് കഴിയുകയില്ല. യോഹന്നാൻ 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാത്തവനെല്ലാം കള്ളനും വേറെ വഴിയായി കടക്കുന്നവനെല്ലാം കള്ളനും കവർച്ചക്കാരനുമാകുന്നു. അപ്പോൾ വേറൊരു വഴിയായി ദൈവരാജ്യത്തിലേക്ക് കടക്കാം എന്ന് നിരൂപിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ ആടുകളുടെ കൂട്ടത്തിലാകുവാനും കഴിയുകയില്ല. എന്നാൽ കർത്താവ് പറയുകയാണ്, യേശുക്രിസ്തു മുഖാന്തരം അല്ലാതെ ആ പിതാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനോ രക്ഷ പ്രാപിക്കുവാനോ ആർക്കും കഴിയുകയില്ല എന്നുള്ളതാണ്. ഇനിയും 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 57-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകളുണ്ട്. മരണത്തെ കുറിച്ച് പറഞ്ഞിട്ട്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ 57-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം മരണത്തിന്റെ മേലും പാതാളത്തിന്റെ മേലും നരകത്തിന്റെ മേലും എല്ലാം പിശാചിന്റെ മേലും ഒക്കെയുള്ള ജയം ആര് മുഖാന്തരമാണ്? യേശുക്രിസ്തു മുഖാന്തരമാണ്. റോമാലേഖനം 8-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിലും നാം അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. അവൻ മുഖാന്തരം നമുക്ക് ജയമുണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ ഫിലിപ്പ്യ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ബലഹീനതകളിൽ അവൻ മുഖാന്തരമായി നമുക്ക് ശക്തിയും പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ സകലത്തിനും ആരാണ് മുഖാന്തരം? ലോകത്തിന്റെ സൃഷ്ടിക്ക്, മനുഷ്യന്റെ സൃഷ്ടിക്ക് അവനാണ് മുഖാന്തരം. മനുഷ്യന്റെ പാപങ്ങളുടെ മോചനത്തിന് അവനാണ് മുഖാന്തരം. അവനെ കൂടാതെ പിതാവിന്റെ അടുക്കലേക്ക് എത്തുവാൻ ആർക്കും കഴിയുകയില്ല. ഈ സത്യം ഹൃദയത്തിൽ കരുതിക്കൊണ്ടാണ് പത്രോസ് അപ്പോസ്തലനായ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4:12 രേഖപ്പെടുത്തിയത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. അപ്പോൾ ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇനി ആദ്യത്തെ ഒരു ചോദ്യമാണ്, തോമസിന്റെ ചോദ്യമാണ്, നീ എവിടെ പോകുന്നു? നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ ഞങ്ങൾ വഴി എങ്ങനെ അറിയും? അതിന് ഉത്തരമായിട്ടാണ് 6-ാം വാക്യത്തിൽ ഇത്രയും കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു കൊടുത്തത്. ഇനി അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോ അതിന്റെ 9-ാമത്തെ വാക്യത്തിലാണല്ലോ. 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 9-ാമത്തെ വാക്യം, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? മതി. ഇത് കർത്താവ് പറഞ്ഞപ്പോ അപ്പോസ്തലന്മാർക്ക് ഇതിലൊന്നിലും ഒരു സംശയവും ഉണ്ടായിട്ടില്ല. 60 കൊല്ലങ്ങൾക്ക് ശേഷമാണ് യോഹന്നാൻ ഈ കാര്യം എഴുതുന്നത്. എന്നാൽ നാം കണ്ട് യോഹന്നാന്റെ ലേഖനം പഠിച്ചപ്പോൾ നാം ഓർത്ത കാര്യമുണ്ട്, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ചതായ ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് ഈ അറിവിൽ ഒരു സംശയവും പിന്നെ അവർക്കുണ്ടായിട്ടില്ല. ഇവിടെ ഫിലിപ്പോസിനുണ്ടായതായ സംശയം എന്താണ്? കർത്താവ് അവരോട് പറഞ്ഞത് എന്താ? അവിടെ പറഞ്ഞു, എന്നെ നിങ്ങൾ അറിയുന്നു. 7-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു. ആരെ അറിയുന്നു? പിതാവിനെ അറിയുന്നു. നിങ്ങൾ പിതാവിനെ കണ്ടുപിടിക്കുന്നു. നിങ്ങൾ ഇതുവരെ എന്നെ അറിഞ്ഞിട്ടില്ല, എന്റെ പിതാവിനെയും അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ എന്നെ അറിയുന്നു, നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു. അപ്പോൾ ഫിലിപ്പോസിന് ഒരു ചോദ്യം, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് അവനെ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ ആ പിതാവായിരിക്കുന്ന ദൈവത്തെ കാണുവാനുള്ളതായ
ഒരു വലിയ ആർത്തിയാണ്. അത് അവരെ കുറ്റപ്പെടുത്തുവാനായിട്ട് നിവൃത്തിയില്ല. കർത്താവ് അവരെ പഠിപ്പിച്ചതായ കാര്യങ്ങളെല്ലാം അവരുടെ ഹൃദയത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാകാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന അവരെ പഠിപ്പിച്ചത് കർത്താവാണ്. ആ നിലയിൽ പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് ഇവർ കണ്ടിട്ടുള്ള കാര്യമാണ്. ആ നിലയിലുള്ള ഉപദേശങ്ങൾ ഇവർ കേട്ടിട്ടുള്ള കാര്യമാണ്. പിതാവ് പറഞ്ഞതാണ്, അല്ലെങ്കിൽ പിതാവ് ചെയ്യാൻ പറഞ്ഞതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ഇവരോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ന്യായമായും അവരുടെ ഹൃദയത്തിലൊരു ആഗ്രഹം, ആ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണണം. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചുള്ളതായ അറിവിന്റെ പരിമിതി ആർക്കുണ്ടായിട്ടുണ്ട്? ശിഷ്യന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. ആ പരിമിതിക്ക് ഉത്തരമായിട്ടാണ്, ആ പരിമിതിയെ മറികടന്ന കർത്താവിന്റെ വാക്കുകളാണ് നാം കേട്ടത്. കർത്താവിടെ പറയാണ്, ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കണ്ടുമിരിക്കുന്നു. എന്നിട്ട് 9-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം എന്താ വായിക്കുന്നത്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറയുന്നത് എങ്ങനെ? അപ്പോൾ എന്താണ് എന്നെ കണ്ടവൻ? ആരെ കണ്ടിരിക്കുന്നു? പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാനും പിതാവിനെ കണ്ടിരിക്കുന്നു. 10-ാമത്തെ വാക്യത്തിൽ ഞാൻ പിതാവും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? അപ്പോൾ കർത്താവ് അവിടെ പറഞ്ഞ കാര്യം എന്താണ്? എന്നെ ഒരുവൻ അറിഞ്ഞാൽ അവൻ ആരെയും അറിയുന്നു? പിതാവിനെ അറിയുന്നു. ഒരുവൻ എന്നെ കണ്ടിരിക്കുന്നുവെങ്കിൽ ആരെയും കാണുന്നു? പിതാവിനെയും കാണുന്നു. ഒരുവൻ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ആരെയും വിശ്വസിക്കുന്നു? പിതാവിനെയും വിശ്വസിക്കുന്നു. അതാണ് ദൈവത്തിന്റെ വചനം. അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രവേശിക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ അങ്ങനെ കർത്താവ് പറയും, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. നമുക്കറിയാം, നാം ചില വാക്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ 1:18. അപ്പോൾ പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അതിന്റെ 5-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം വായിച്ചേ. 5:38. അവന്റെ രൂപം കണ്ടിട്ടില്ല. അപ്പൊ പിതാവായ ദൈവത്തിന്റെ രൂപം ആർക്കും കാണുവാൻ പറ്റുന്നതല്ല. ഇനി 1 തിമോത്തിയോസിന്റെ ലേഖനം 6-ാം അധ്യായം 15-16 വാക്യങ്ങൾ. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 15-16 വാക്യങ്ങൾ. മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും ആയവൻ. അതെ, അപ്പോൾ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന, മനുഷ്യരാരും കാണാത്ത, അവർക്ക് കാണുവാൻ കഴിയാത്ത ഒരുവനാണ് ആര്? പിതാവായിരിക്കുന്ന ദൈവം. അപ്പോൾ ആ പിതാവായ ദൈവത്തെ ശിഷ്യന്മാർ കാണണമെന്ന് പറഞ്ഞാൽ അത് സാധിക്കില്ല. നിത്യതയിലും ഈ പിതാവായിരിക്കുന്ന ദൈവത്തെ നാം കാണുവാൻ പോകുന്നില്ല. നാം വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്, അവർ അവന്റെ മുഖം കാണും. അതാരുടെ മുഖമാണ്? കർത്താവിന്റെ മുഖമാണ് അവിടെയും കാണുക. പിതാവായിരിക്കുന്ന ദൈവം എന്നും ആത്മരൂപിയായിരിക്കുന്ന ദൈവമാണ്. അപ്പോൾ അവനെ കാണുക എന്ന് പറഞ്ഞാൽ, അവനെ കാണണമെങ്കിൽ ആരെ കണ്ടാൽ മതി? കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കണ്ടാൽ മതി. അതാണ് തിരുവെഴുത്ത് നൽകുന്നതായ ആ വെളിപ്പാട് എന്ന് പറയുന്നത്. ഇന്ന് ധാരാളം ദുരുപദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് പിതാവാണ് പുത്രൻ എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകളുണ്ട്. അങ്ങനെയെങ്കിൽ പിതാവ് എന്നിൽ, ഞാൻ പിതാവിലാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെയെങ്കിൽ ഈ പുത്രനുണ്ടോ? പിതാവല്ലേ ഉള്ളൂ. പിതാവ് എന്നിലാണെന്ന് പറയുന്നത് കൊണ്ടാണ് യേശു ക്രിസ്തു അവനാണ് എല്ലാം എന്ന് പറയുന്നത്. എന്നാൽ അപ്പോൾ തന്നെ നാം തിരിച്ചും ചോദിക്കുക,
പിതാവ് എന്നിലാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പിതാവിലുമാകുന്നു എന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിതാവിലാണ് എന്ന് പറഞ്ഞാൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്താൽ പിന്നെ പുത്രനില്ല, പിന്നെ ആരേ ഉള്ളൂ? പിതാവേ ഉള്ളൂ എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവ് പറഞ്ഞു തന്നതായ ആ വാക്കുകളിൽ നിന്ന് നാം വള്ളിക്കോ പുള്ളിക്കോ ഒന്നും മാറ്റം വരുത്തേണ്ടതായ കാര്യമില്ല. എന്നെ അറിഞ്ഞവൻ പിതാവിനെ അറിഞ്ഞിരിക്കുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ പിതാവിലും വിശ്വസിച്ചിരിക്കുന്നു. ഈ സത്യം നമ്മൾ അങ്ങ് ഉൾക്കൊണ്ടിരുന്നാ മതി. അതിനപ്പുറത്തേക്കുള്ള പുതിയ വെളിപ്പാടൊന്നും നമ്മൾ ഇനി പ്രാപിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് വിശ്വസിക്കുവാൻ യോഗ്യമായ നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത് നാം അംഗീകരിക്കുക. അതാണ് ദൈവത്തിന്റെ തിരുവെഴുത്ത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇവിടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യം, എന്നെ അറിഞ്ഞവൻ പിതാവിനെ അറിഞ്ഞിരിക്കുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നെ വിശ്വസിക്കുന്നവൻ പിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു. അത് എങ്ങനെ അറിയാമെന്ന് ഒരു വാക്കുകൂടെ അവിടെ കർത്താവ് പറയുന്നുണ്ട്. 10-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ, അവൻ എന്നിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ തെളിവ്? അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിന്റെ പ്രവർത്തികൾ ചെയ്യുന്നു. ഈ ശിഷ്യന്മാർക്കറിയാം, കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് ഈ കർത്താവ് ചെയ്ത പ്രവർത്തികൾ അത് സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തികളല്ല. സൗഖ്യം പ്രാപിച്ച കുരുടൻ പറഞ്ഞില്ലേ, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുകയില്ല. കർത്താവിന്റെ അടുക്കൽ വന്ന് നിക്കോദിമോസ് പറഞ്ഞില്ലേ, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനായതുകൊണ്ടാ ഇത് ചെയ്യാനായിട്ട് പറ്റുന്നത്. അങ്ങനെ എത്രയോ പേരാണ് യേശു ക്രിസ്തുവിന്റെ പ്രവർത്തികളെ കണ്ടിട്ട് അത് ദൈവം ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞത്. അതേ കർത്താവും പറഞ്ഞുള്ളൂ, ഞാൻ ചെയ്തതായ പ്രവർത്തികൾ നിങ്ങളുടെ മുമ്പിൽ നക്ഷത്രം പോലെ സാക്ഷ്യമായിട്ട് നിൽക്കുന്നു. അസാധാരണമായ പ്രവർത്തികൾ, വീര്യപ്രവർത്തികൾ, അതല്ലേ പത്രോസ് എടുത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രയനായ യേശു ക്രിസ്തു. അപ്പോൾ ആ യേശു ക്രിസ്തു ചെയ്തതായ പ്രവർത്തികളാണ് അവനും പിതാവും ഒന്നാണ്, അവൻ പിതാവിലും പിതാവ് പുത്രനിലും ആണ് എന്നതിന്റെ സാക്ഷ്യമെന്ന് കർത്താവ് പറയുകയാണ്. അതിനേക്കാൾ അപ്പുറത്ത് പിന്നെ ആര് പറയുന്നത് നമുക്ക് അംഗീകരിക്കാനുള്ളത്? ആ നിലയിൽ നാം തിരുവെഴുത്ത് ധ്യാനിക്കുമ്പോൾ ഇതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശു ക്രിസ്തുവും പിതാവായിരിക്കുന്ന ദൈവവും ഒന്നാണെന്നുള്ളതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആ തെളിവ് കർത്താവിടെ പറഞ്ഞത്, എന്റെ പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ വിശ്വസിക്കി. അപ്പൊ ശിഷ്യന്മാരുടെ ആ സംശയത്തിന് എന്തുണ്ടായി? അവിടെ ഒരു പരിഹാരമുണ്ടായി. മനസ്സിലായോ? വഴി ഏതാണ് എന്ന ചോദ്യത്തിന്, ആ സംശയത്തിന് ഉത്തരം കർത്താവ് പറഞ്ഞപ്പോൾ തോമസിനും സഹശിഷ്യന്മാർക്കും അത് മനസ്സിലായി. ഇവിടെ ഫിലിപ്പോസിന്റെ സംശയത്തിനും കർത്താവ് ദൂരീകരണം വരുത്തി, അതും അവർക്ക് മനസ്സിലായി. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ ഈ നിലയിലുള്ള ആ സംശയ നിവാരണം അവർക്കുണ്ടായത് പിന്നീട് ഒരിക്കലും ഒരു സംശയമായിട്ട് മാറിയിട്ടില്ല. ആ സത്യങ്ങളാണ് തിരുവെഴുത്തുകളായിട്ട് ദൈവം നമ്മുടെ കരങ്ങളിൽ തരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് ആ സംശയത്തിന്റെ പുറകെ, ദുരുപദേശങ്ങളുടെ പുറകെ നാം പോകേണ്ടതായിരിക്കുന്ന കാര്യമില്ല. തിരുവെഴുത്ത് വെളിപ്പെടുത്തി തന്നിട്ടുള്ള ആത്മീക സത്യങ്ങളെ അടിവരയിട്ട് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇനി ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് സംശയങ്ങളുണ്ടോ? നമ്മൾ ആരോടാ ചോദിക്കേണ്ടത്? കർത്താവിനോട് തന്നെ ചോദിക്കണം. കർത്താവേ, ഈ കാര്യത്തെ എനിക്ക് മനസ്സിലാകുന്നില്ല,
ഈ വേദഭാഗം വായിച്ചിട്ട് എനിക്ക് വേണ്ടത്ര ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കി, ദൈവസന്നിധിയിൽ ധ്യാനിക്കി, ദൈവം തന്നെ തെറ്റുകൂടാതെ നമുക്ക് എന്ത് തരും? വെളിപ്പെടുത്തി തരും. ഒരു തർക്കവും ആ കാര്യത്തിന് വേണ്ട. കാരണം നമ്മൾ അത്രമേ ഉള്ളൂ. നമ്മൾ നിസ്സാരന്മാരാണ്, നമ്മൾ ശിശുക്കളാണ്, നമ്മൾ ബലഹീനരാണ്. എന്നാൽ നമ്മുടെ ബലഹീനതയെ കവിയുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ കൃപ നമുക്ക് നൽകുമ്പോൾ ഒന്നുമില്ലാത്ത നമുക്കും ആ ദൈവത്തെ കുറിച്ചുള്ളതായ എത്രയോ വലിയ സത്യങ്ങളാണ് ഗ്രഹിക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം സഹായിച്ചത്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. നമുക്കിനിയും ഈ ദൈവവചനത്തെ കൂടുതൽ ഗ്രഹിക്കുവാൻ, ഈ കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും പഠിക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.